ഹായ് ഡിയേഴ്സ്. അപ്പോൾ നമ്മൾ റിഗ്രഷൻ അനാലിസിസ് എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് നമുക്ക് വന്നിട്ടുള്ള ഒരു ചോദ്യമാണത്. 3 മാർക്കിനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് എക്സ് ഓൺ വൈ എന്നുള്ള റിഗ്രഷൻ ലൈനിന്റെ ഇക്വേഷൻ ആണ് വേണ്ടത്. ആദ്യം എക്സ് ഓൺ വൈന്റെ റിഗ്രഷൻ ലൈനിന്റെ ഇക്വേഷൻ ആണ് നമുക്ക് വേണ്ടത് എന്ന് പറയുമ്പോൾ ആദ്യം എന്തറിഞ്ഞിരിക്കണം? ആ ഇക്വേഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. നമുക്ക് എക്സ് ഓൺ വൈ ആണെങ്കിൽ എക്സ് ഓൺ വൈ ആണെങ്കിൽ നമ്മൾ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് മൈനസ് എക്സ് ബാർ ഇസ് ഈക്വൽ ടു ബി എക്സ് വൈ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ. ഇനി എന്തൊക്കെ വാല്യൂസ് ആണ് നമ്മൾക്ക് ഇവിടെ തന്നിട്ടുള്ളത്? നമുക്ക് മീൻ വാല്യൂസ് തന്നിട്ടുണ്ട് എക്സിന്റെയും വൈന്റെയും. അതെന്താണ്? 50, 30 ആണ് തന്നിട്ടുണ്ട്. ഇവിടെ തന്നിരിക്കുന്നത് എക്സ് ബാർ എന്ന് പറഞ്ഞാൽ 50 ആണ്, വൈ ബാർ എന്ന് പറഞ്ഞാൽ 30 ആണ്. സോ ഇതിലേക്ക് വേണ്ട 2 ആൾക്കാരെ കിട്ടിയിട്ടുണ്ട്. ഇനി എന്തും കൂടെ വേണം? നമുക്ക് ബി എക്സ് വൈ കൂടെ വേണം, എന്നാൽ ഈ ഒരു ഇക്വേഷൻ കംപ്ലീറ്റ് ആവുള്ളൂ. ബി എക്സ് വൈ ഇവിടെ തന്നിട്ടുണ്ടോ? നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് ആണ് തന്നിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് തന്നിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ തന്നിട്ടുണ്ട്. അതായത് സിഗ്മ എക്സ് നമ്മളുടെ കയ്യിലുണ്ട്, അത് 5 ആണ്. സിഗ്മ വൈയും നമ്മളുടെ കയ്യിലുണ്ട്, 2 ആണ്. പിന്നെ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് കോറിലേഷൻ കോഎഫിഷ്യൻ. അതെന്താണ്? 6 ആണ് അല്ലെ. കോറിലേഷൻ കോഎഫിഷ്യൻ 6 എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. കോറിലേഷൻ അനാലിസിസ് എന്നുള്ള ചാപ്റ്ററിൽ നമ്മളത് പഠിച്ചിട്ടുണ്ട്. 0.7 ആണ് അതവിടെ വരുന്നത്. പക്ഷെ എന്താണ്? ബി എക്സ് വൈ ഇല്ല. നമ്മൾ പ്രോപ്പർട്ടീസിൽ പഠിച്ചിട്ടുണ്ട് ഈ 4 ആൾക്കാരെ വെച്ചിട്ടുള്ള ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. ആ ഇക്വേഷൻ എന്തായിരുന്നു? ഇക്വേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ബി എക്സ് വൈ ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ സിഗ്മ വൈ. ഇനി വൈ എക്സ് ആയിരുന്നെങ്കിലോ നേരെ ഓപ്പോസിറ്റ് വൈ ബൈ എക്സ് എന്നുള്ള രീതിയിലായേനെ. ഇപ്പൊ എക്സ് വൈ ആയതുകൊണ്ട് സിഗ്മ എക്സ് ബൈ സിഗ്മ വൈ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടും? ബി എക്സ് വൈ എന്താണെന്ന് കിട്ടും. അപ്പൊ ആറിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0.7 ആണ് വരുന്നത്. സിഗ്മ എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 ആണ്. സിഗ്മ വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ആണ്. സോ ഇവിടെ എന്ത് വരും? 5 ഡിവൈഡഡ് ബൈ 2. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.7 ഇൻറ്റു 2.5 എന്ന് കിട്ടും. ആൻഡ് ഇവിടെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത് 1.75 എന്നാണ് കിട്ടുന്നുണ്ടായിരിക്കും. സോ നമ്മൾ ഫൈനലി ബി എക്സ് വൈ എന്താണെന്ന് കിട്ടി? 1.75 ആണെന്ന് കിട്ടി. ഇപ്പൊ ഈ ഇക്വേഷനിലേക്ക് വേണ്ട എല്ലാ വാല്യൂസ് ആയിട്ടുണ്ട്. നേരെ എല്ലാ വാല്യൂസും നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇത്രയും സിമ്പിൾ ആയിട്ട് നമുക്ക് 3 മാർക്കാണ് നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. അപ്പൊ എക്സ് മൈനസ് എക്സ് ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? 50 ആണ്. ബി എക്സ് വൈ എന്ന് പറഞ്ഞാൽ ഇപ്പൊ കിട്ടിയിട്ടുണ്ട് 1.75 ആണ്. വൈ മൈനസ് വൈ ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? 30 ആണ്. ഒന്നെങ്കിൽ നമ്മൾക്ക് ഇവിടെ വെച്ച് നിർത്താം, അല്ലെങ്കിൽ എക്സ് ഓൺ വൈ എന്ന് പറയുമ്പോൾ എക്സ് ഈക്വൽ ടു എന്നുള്ള ടേമിലേക്ക് നമുക്ക് മാറ്റി എഴുതാം. അങ്ങനെ നമ്മൾ മാറ്റി എഴുതുകയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നമ്മൾക്ക് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. അപ്പൊ ഈ 1.75 ഈ 2 ആൾക്കാരെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം എഴുതാനായിട്ട്. അപ്പൊ ഇവിടെ 1.75 വൈ മൈനസ് 1.75 ഇൻറ്റു 30 എന്ന് നമുക്ക് കിട്ടും. സോ ഇവിടെ എക്സ് മൈനസ് 50 ഇസ് ഈക്വൽ ടു 1.75 വൈ മൈനസ് 1.75 ഇൻറ്റു 30 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവിടെ ആൻസർ ആയിട്ട് വരുന്നത് 52.5 എന്ന് കിട്ടും. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ 15 കൂടി ഇങ്ങോട്ടേ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആൻസർ ആയി കഴിഞ്ഞു. സോ ഇവിടെ എന്ത് വരും? എക്സ് ഇസ് ഈക്വൽ ടു 1.75 വൈ മൈനസ് 52.5 പ്ലസ് 50 എന്ന് വരും. -50 ഇപ്പുറത്തേക്ക് വരുമ്പോഴെന്താണ്? +50 എന്നായിരിക്കും കിട്ടുന്നുണ്ടായിരിക്കുക. ആൻഡ് ഫൈനലി എക്സ് ഇസ് ഈക്വൽ ടു 1.75 വൈ മൈനസ് 2.5 എന്നായിരിക്കും കിട്ടുന്നുണ്ടായിരിക്കാം. ഇതാണ് എന്ത്? നമ്മളുടെ ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഭവമായിരിക്കും നമുക്ക് വരുന്നുണ്ടായിരിക്കാം. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്ന എക്സ് ഓൺ വൈ ആണ്. അപ്പൊ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് എക്സ് ഓൺ വൈന്റെ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. ബി എക്സ് വൈ കാണാനുള്ള ഇക്വേഷൻ നമുക്ക് അറിഞ്ഞിരിക്കണം. ചിലപ്പോൾ ബി എക്സ് വൈ നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. സോ എക്സ് ബാർ വൈ ബാർ ആണെങ്കിൽ അതിന്റെ ഇക്വേഷൻ അറിയാലോ. എക്സ് ബാർ എങ്ങനെ കണ്ടുപിടിക്കുക? സിഗ്മ എക്സ് ബൈ എൻ. ഇനി അഥവാ അത് തന്നിട്ടില്ലെങ്കിൽ കേട്ടോ, വൈ ബാർ എങ്ങനെയാണ്? സിഗ്മ വൈ ബൈ എൻ. ഇവിടെ ഓൾറെഡി തന്നിട്ടുള്ളതുകൊണ്ട് അതൊന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. സോ എങ്ങനെയാണ് എക്സ് ഓൺ വൈ? ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഒന്നെങ്കിൽ എക്സ് ഓൺ വൈ ആയിരിക്കും, അല്ലെങ്കിൽ വൈ ഓൺ എക്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഇതിന്റെ ഐഡന്റിഫിക്കേഷൻ ആയിരിക്കും. സോ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക. എക്സാമിന് നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.